അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ പവിത്രധന്യമായ നാമങ്ങളാണ് നാം ഓരോ ദിവസവും ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ഇർഷാദിയിൽ നടക്കുന്ന ഈ മഹത്തായ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും അതുപോലെ അദ്കാറുകളൊക്കെ ചൊല്ലി ദുആ ചെയ്യുന്ന ഒരു സദസ്സിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യാം. ഓരോ ദിവസവും ഓരോ നാമങ്ങളുടെ ശ്രേഷ്ഠതകൾ നാം പറഞ്ഞു വരുന്നു. അല്ലാഹു ആ നാമങ്ങളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. പലർക്കും അതിശക്തമായ വേദനയുണ്ട്, അതിശക്തമായ രോഗമുണ്ട്, അതുപോലെ പലവിധ വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, നീറുന്ന നൂറ് പ്രശ്നങ്ങളുള്ളവർ നമ്മളെ സമീപിക്കുന്നു. ഈ സ്ഥാപനത്തിലേക്ക് വരുന്നു, ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നു. അല്ലാഹു അവരുടെയും നമ്മുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു റാഹത്ത് നൽകുമാറാവട്ടെ, ശിഫ നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവർക്കും നമുക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, യാ സലാം എന്ന ദിക്ർ അത് ചൊല്ലിയാൽ വലിയ മഹത്വം അല്ലാഹു നമുക്ക് നൽകും. 121 പ്രാവശ്യം വീതം പതിവാക്കിയാൽ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു നമുക്കതുകൊണ്ട് സലാമത്ത് നൽകും. ഒരു ദിവസം ഒരാൾ 1000 പ്രാവശ്യം യാ സലാം എന്ന ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു അവന് ധാരാളം അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കും. എല്ലാ ഭാഗത്തും അല്ലാഹു അവന് രക്ഷ നൽകും. എല്ലാ പ്രതിസന്ധികളും അവനിൽ നിന്ന് അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. 121 പ്രാവശ്യം ഒരാൾ രോഗിയുടെ അടുക്കൽ വെച്ച് ഓതി, വെള്ളത്തിലൂതി കൊടുത്താൽ അല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുത്താൽ അത്ഭുതകരമായ ശമനം, ശിഫാ അല്ലാഹു അവർക്കത് കൊടുക്കാൻ കാരണമാണ്. അല്ലാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ ഇൽമ്, അതുപോലെ അറിവ്, വിജ്ഞാനം ലഭിക്കേണ്ടവർ യാ സലാമു എന്ന ദിക്ർ 121 പ്രാവശ്യം പതിവാക്കിയാൽ അവന്റെ വിജ്ഞാനത്തിൽ വർധനവ് അല്ലാഹു തആല നൽകും. എല്ലാ ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു തആല നൽകാൻ അത് കാരണമാകും. എല്ലാവിധ വിജ്ഞാനങ്ങളും അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കും. മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഇതിന്റെ മഹത്വങ്ങൾ ധാരാളം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗികളുടെ അടുക്കൽ, വേദനയുള്ളവരുടെ അടുക്കൽ, പ്രയാസമുള്ളവരുടെ അടുക്കൽ പോയി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുക്കൽ പോകുമ്പോൾ ഒരു 121 പ്രാവശ്യം യാ സലാമൊക്കെ ചൊല്ലി ഓതി കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു അവരുടെയും നമ്മുടെയും എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. അതുപോലെ ഒരാൾക്ക് ഭയങ്കര പേടിയാണ്, ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രയാസം, അതുപോലെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമോ, അതുപോലെ മറ്റ് വാഹനത്തിൽ കയറാൻ പേടി, യാത്ര ചെയ്യാൻ പേടി, പരീക്ഷയ്ക്ക് പോകാൻ പേടി, അതുപോലെ ഒരാളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പേടി, അങ്ങനെ പല രൂപത്തിൽ പേടിയും അസ്വസ്ഥതകളും ഉള്ളവരുണ്ടെങ്കിൽ യാ സലാമു എന്ന ദിക്ർ ചൊല്ലിയാൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ മാറും. മനസ്സിന് സമാധാനം കിട്ടും, ശാന്തി കിട്ടും. ധാരാളം ആളുകൾ പലവിധ ആവശ്യങ്ങളും പറഞ്ഞു വരുന്നവരുണ്ട്, പല ബുദ്ധിമുട്ടുകളും പറഞ്ഞു വരുന്നവരുണ്ട്. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞു, എനിക്ക് കുറെ ദിവസമായിട്ട് ജീവിക്കണമെന്ന് തന്നെ ഇല്ല, അങ്ങനെ അവനും ജീവിക്കണ്ട, അവന് ദേഷ്യമുള്ള ഒരാളെ കൊല്ലണമെന്ന് മനസ്സിന് തോന്നിപ്പോവാന്ന് പറഞ്ഞു. അങ്ങനെ പലർക്കും പല തോന്നലുകളാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരാളെ നമുക്ക് കൊല്ലാൻ കഴിയും, പക്ഷെ ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയോ? എത്ര ആളുകൾക്ക് മക്കളില്ല, എത്ര ആളുകൾ വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മക്കളെ കിട്ടാൻ വേണ്ടി, എത്രയോ സ്ഥലത്ത് ദുആ ചെയ്യുന്നു, നേർച്ചകൾ കൊടുക്കുന്നു, അങ്ങനെ മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്. അപ്പം ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. ഇനി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയോ? അതിനും വളരെ പ്രയാസമാണ്. ഇപ്പോ 34 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സമാഹരിച്ചത്, അല്ലേ? റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷപ്പെടുത്തി, അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി 34 കോടി രൂപ കേരളത്തിന്റെ അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അതുപോലെ ഒരു വലിയ ബിൽഡിംഗ് പണിയാൻ നിൽക്കുമ്പോൾ UAE അവിടെ ചെറിയൊരു പക്ഷി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയുന്ന സമയമാണ്.
അപ്പോൾ അവിടുത്തെ ഭരണാധികാരി ആ പണി നിർത്തിവെച്ചു. മുട്ടയിട്ട് അത് വിരിഞ്ഞ് കുട്ടികളായി വളർന്ന് വലുതായി പറന്നു പോകുന്നത് വരെ തൽക്കാലം അവിടുത്തെ പരിപാടിയും വലിയ ബിൽഡിങ്ങിന്റെ വലിയ വർക്കുകൾ നിർത്തിവെച്ചു. അങ്ങനെ ഒരാളുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. ഒരാളുടെ ജീവൻ അത് വലിയ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ സഹോദരന്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അങ്ങനെ ധാരാളം മനസ്സിന് പ്രയാസമുള്ളവര്, വിഷമമുള്ളവര്, ടെൻഷനുള്ളവര് ഒക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്, സമീപിക്കാറുണ്ട്. അല്ലാഹു അവർക്കൊക്കെ രക്ഷ നൽകുമാറാവട്ടെ. നമ്മൾ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പും ഈ സദസ്സിൽ വന്ന ശേഷമൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി എഴുതി അറിയിച്ചവരും ഫോൺ വിളിച്ച് പറഞ്ഞവരും അല്ലാഹു അവർക്കൊക്കെ സമാധാനവും സന്തോഷവും നൽകുമാറാവട്ടെ. അപ്പൊ മനസ്സിൽ പലവിധ ചിന്തകളെ കൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്നവർ യാ സലാം എന്ന ദിക്ർ 121 പ്രാവശ്യം വീതം ചൊല്ലി പതിവാക്കിയാൽ അല്ലാഹു അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്നു, മനസ്സിന് അല്ലാഹു ധൈര്യം കൊടുക്കുന്നു. എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു വിപത്തുകളിൽ നിന്നും അല്ലാഹു അവരെയും നമ്മയും കാക്കുന്നു. അല്ലാഹു എല്ലാവിധ ശർറുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് നമ്മെ എല്ലാം അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ രക്ഷ ലഭിക്കാൻ യാ സലാമു എന്ന ദിക്ർ അത് ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹു ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു എല്ലാവിധ രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 11 പ്രാവശ്യം യാ സലാമു എന്ന ദിക്ർ നമുക്ക് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ സദസ്സുകളിൽ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞവർ, അതുപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു രക്ഷ നൽകുമാറാവട്ടെ.